ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ആ എന്താ പിച്ച, ഇന്ന് നീ പണിക്ക് പോയില്ലേ? ഏയ്, ഇന്നലെ എന്തായിരുന്നു മഴ? ഇന്നലെ മഴ പെയ്തേനി, ഇന്ന് നിനക്ക് പണിക്ക് പോണേനെന്താ? എന്താണെന്നാ എടാ, വെള്ളക്കെട്ടാടാ. ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം മൊത്തമായി എൻ്റെ മുറ്റത്താണ്. ആ മുൻവശത്ത് തോട് നിറഞ്ഞ് കവിഞ്ഞേ വെള്ളം മുഴുവൻ എൻ്റെ മുറ്റത്താണ്. വീട്ടിൽ നിന്നൊന്ന് പുറത്തു പോകണ്ടേ? വെളുപ്പിന് തുടങ്ങിയ പണിയാണ്. വീട്ടിൽ നിന്ന് വഴി വരെ ഇപ്പോൾ കട്ടക്കല്ലിട്ടൊക്കെ വഴിയുണ്ടാക്കിയാണ്. ആ മാത്യൂസേ. ആ എടാ അംബ്രോസേ, ആ വിക്ടർ വരികയാണെങ്കിലേ ഞാൻ ആ വായനശാലയുടെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞേരെ. ആ ശരി, പോട്ടറാ. ശരി. ഞാൻ പോണു. അംബ്രോസേ പൈസ വെച്ചിട്ടുണ്ട്. ശരി എന്നാ. ആ ദിവസം അവിടെ നിന്നേ. ഓ, നീയൊക്കെ എന്ത് പൊതുപ്രവർത്തനാടാ? എന്തു പറ്റി? ഞങ്ങളെപ്പോലുള്ള ജനങ്ങളുടെ വിഷമമേ നിങ്ങൾക്കൊന്നും അറിയണ്ടല്ല. എൻ്റെ വീടിൻ്റെ ചുറ്റുമേ അണക്കെട്ട് പൊട്ടി ഒഴുകിയതുപോലെയാണ് വെള്ളം. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. ആ ഇല്ലെന്ന് എനിക്ക് മനസ്സില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട മറ്റേ പാർട്ടിയുടെ അവനില്ലേ ജോബ്, അവനോട് എന്ന് പറയും. ഞാൻ ജോബിനെ വോട്ട് ചെയ്യുന്ന ഇവനെ വോട്ട് ചെയ്യുന്ന പറയാം. നീ എന്താ ആലോചിക്കണത്? എനിക്കാ വോട്ട് ചെയ്തെന്ന് പറയാന്നല്ലേ? ഏയ് എൻ്റെ മാത്യൂസേ, ഞാൻ നിനക്കാണ് വോട്ട് ചെയ്തത്. നീ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. നീ തോറ്റുപോയതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ലേ തന്നെ എൻ്റെ ഒരു വോട്ട് കൊണ്ട് ജയിക്കുക. നീ കൂടുതൽ അഭിനയിക്കണ്ട. ഇതിനേലും നന്നായിട്ട് അഭിനയിച്ചാലാണ് എനിക്കൊക്കെ ഈ പൊതുപ്രവർത്തനം നടത്താൻ പറ്റുന്നത്. അതും നിന്നെ പോലെ നുണ പറഞ്ഞിട്ടല്ല, നേരിന്റെ വഴിയിലൂടെ നേര് പറഞ്ഞു. എല്ലാം കൂടി എന്നെ തോൽപ്പിച്ചിട്ടേ ഇപ്പൊ വെള്ളം പൊങ്ങിന്നു. പോയി മുങ്ങിക്കുളിയടാ അതിനകത്ത്. അല്ലെങ്കിലേ നീയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ ഭരണപക്ഷത്തോടെ എന്ന് പറയും. ഞങ്ങള് പ്രതിപക്ഷത്തല്ലേടാ. ഞാനിപ്പോ മെമ്പറും അല്ല. ഈ വാർഡിലെ മെമ്പർ അവനല്ലേ ജോബ്, അവനോട് പോയി പറയും. എടാ, പഞ്ചായത്തിലിരുന്ന് കട്ടുമുടിക്കുകയല്ലേ ആ പ്രസിഡന്റും ഈ ജോബും ഒക്കെ ഉൾപ്പെടെ. എടാ, എനിക്ക് നിന്നോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഓർക്കണം, നീയൊക്കെ തോൽക്കുന്നവനെ തോൽക്കുന്നതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ. എടാ, കേവലം 15 വോട്ടിനല്ലടാ ഞാൻ തോറ്റത്. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അപ്പൊ കൂടെ നിന്ന നിന്നെപ്പോലുള്ളവന്മാരാണ് എൻ്റെ കാലി വാരിയത്. അതെനിക്കറിയാം. എടാ, നീ സമാധാനിക്കടാ. അടുത്ത ഇലക്ഷൻ ഞാൻ നിനക്കേ വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ കഴിഞ്ഞ ഇലക്ഷന് നീ എനിക്കല്ല വോട്ട് ചെയ്തത് അല്ലേ? അല്ലടാ. എടാ, അത് ഞാൻ നിനക്ക് തന്നെ വോട്ട് ചെയ്തത്. ദൈവമേ, ഇവൻ നുണയാണ് പറയണെങ്കിലുണ്ടല്ല, ഇവന്റെ വീടിന്റെ മുമ്പിലുള്ള വെള്ളക്കെട്ട് ഒരു കാലത്തും മാറണം. ഓ, ഒന്ന് നിർത്തിയേ. എടാ, ഇങ്ങനെ നീ എന്നെ പ്രാഗല്ലേ. എടാ, എനിക്കത് പറ്റിപ്പോയി. അപ്പൊ നീ അനുഭവിക്ക്. എടാ, നീ ആ ജോബിനെ കണ്ടിട്ടേ പറയേണ്ട വിധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. നല്ല ഫണ്ടുണ്ടറ പഞ്ചായത്തിന്. അവരും മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്ന ആണല്ലേ? എനിക്ക് തോന്നി. പിന്നല്ലാതെ ഞാൻ പറ്റടാ. എടാ, സോറിട്ടാ. അടുത്ത പ്രാവശ്യം നിനക്കേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. ഇത് സത്യമായിട്ടുള്ള വാക്കാണ്. അതൊക്കെ അപ്പോഴല്ലേ. ഇനി ഞാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ വോട്ട് നീ ഞങ്ങളുടെ പാർട്ടിക്ക് ചെയ്യണം. ഇപ്പൊ നീയല്ലേ, അവനോട് എന്ന് ചോദിക്കുക. ആ ജോബിനോട് നിനക്ക് നഷ്ടപ്പെട്ട നീതി അത് നീ നേടിയെടുക്കണം.
നമുക്ക് പ്രതിപക്ഷത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ 42-ാം അധ്യായം 20-ാം വാക്യം. ആ എടാ ധർമ്മ, ആ എന്താണ് നീ എവിടെ പോണു? ഒരു മിനിറ്റ് കേട്ടാ. ആ ചെല്ലു. ദേ മെമ്പറെ, നിങ്ങളെ കൊണ്ട് പറ്റൂലെങ്കിലേ എന്തിനാ ഈ പണിക്ക് നടക്കണത്? ഭയങ്കര ലോഹ്യം കാണിച്ച് ക്ലോസപ്പ് പരസ്യത്തിൽ ചിരിയും ചിരിച്ചു വന്ന് വോട്ട് ചോദിച്ച് ജയിച്ചാ പോരാ. ആ നീ നിർത്തിയേ. ഇവിടെ പെപ്പിച്ച നീ എന്തായി പറയണത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇങ്ങ് വന്നേ. വാ പൊളിട്ടാ. ശരി കേട്ടാ, ശരി വാ. വെറുതെ വെള്ളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ നാട്ടുകാരോട് പറയിപ്പിക്കാൻ? ഇനി നീ കാര്യം പറയേ, എന്താ പ്രശ്നം? വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ജനത്തിനോടേ ഇത്രയെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. ഇപ്പോഴും നീ കാര്യം പറഞ്ഞില്ല. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? എൻ്റെ വീടിൻ്റെ മുറ്റത്തേ വെള്ളക്കെട്ടാണ്. മഴ പെയ്താലേ അപ്പുറത്തെ തോട് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം മുഴുവനും എൻ്റെ മുറ്റത്തേക്കാണ് ഒഴുകി വരുന്നത്. ഇതിൽ പല കുറി ഞാൻ പരാതി പറയുകയും തരികയും ചെയ്തതാണ്. ഈ പ്രാവശ്യത്തെ മഴക്കാലവും ഞാൻ അനുഭവിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അത് നടക്കൂല മെമ്പറെ. നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വരാതിരിക്കാൻ ആദ്യം തന്നെ ആ തോട് ക്ലിയർ ചെയ്യണം. ആരി? ഞാനാ? അത് ചെയ്തു തരേണ്ടതേ പഞ്ചായത്താണ്. പഞ്ചായത്ത് അത് ചെയ്തു തരണമെങ്കിലേ ഞങ്ങളുടെ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പറായ ജോബേ താനല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്. എൻ്റെ പെപ്പിച്ച, നീ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ തോട് ക്ലീനാക്കി വെള്ളം ഒഴുകണമെങ്കിൽ അത് ജോസഫിൻ്റെ പറമ്പിലെ തോട്ടിലൂടെയാ. അപ്പം അതങ്ങ് ചെയ്താൽ പോരെ? ഇത് മഴ വന്ന് ഞാൻ ഒച്ചെടുക്കുന്നവരെ നോക്കിയിരിക്കേണ്ട കാര്യം എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ മഴ വരാനും ഒച്ചയെടുക്കാനൊന്നും കാത്തു നിന്നൊന്നുമല്ല. ഞാൻ ഈ പ്രശ്നം പഞ്ചായത്തിൽ അവതരിപ്പിച്ചതും ആ തോട് ക്ലീൻ ചെയ്യാൻ സാങ്ഷൻ ആയതുമാണ്. എന്നിട്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ തോട്ടിലുള്ള വെള്ളം ജോസഫിന്റെ പറമ്പിലെ തോട്ടിലൂടെ ഒഴുകുന്നതിനെ ജോസഫിന് താല്പര്യമില്ല. അപ്പൊ അത് പഞ്ചായത്തിനെ സംബന്ധിച്ച് അതൊരു തർക്കഭൂമിയാ. അവിടെ എന്തെങ്കിലും ഇനി നടക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് അയൽക്കാര്, ഏത് ഈ തോട്ടിലെ വെള്ളം മൂലം ദുരിതം അനുഭവിക്കുന്നവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കണം. അതേ തുടർന്ന് പോലീസ് നടപടിയും കോടതി നടപടിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമാവും എന്നാ എനിക്ക് തോന്നണത്. തോന്നുന്നതല്ല, അതാ ശരി. ആ ഇപ്പൊ മനസ്സിലായി. പതിവ് പല്ലവി തന്നെ. ഈ പ്രാവശ്യവും ഞാൻ വെള്ളക്കെട്ട് അനുഭവിക്കണം. അപ്പൊ പിന്നെ ഞാൻ ചെല്ലട്ടെ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പഞ്ചായത്തിനും ഒരു മെമ്പർക്കൊക്കെ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുന്നതിനെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അത് മനസ്സിലാക്കുക. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. പ്രഭാഷകൻ 4-ാം അധ്യായം 25-ാം വാക്യം. എന്താ മെമ്പറെ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. വാ. നിയമവശങ്ങളെ പറ്റി ഒരു ധാരണയില്ലാതെയാണ് ആളുകളുടെ സംസാരം. ആളുകളുടെയൊക്കെ വിചാരേ ഈ മെമ്പർമാരുടെയൊക്കെ കയ്യിൽ ഈ അലാവുദ്ദീൻ്റെ പോലെ അത്ഭുത വിളക്കുണ്ടെന്നാ. ആ പിപ്പിച്ചനിൽ എൻ്റെ വാർഡിലെ ഓ, ആ ജേക്കബ് മോൻ. അവനെന്താ?
ഞാൻ ആ കവലയിൽ ആ പോളിയറിൻ്റെ കടയിൽ നിൽക്കുമ്പേ ഒരു സുനാമി പോലെ ഒറ്റ വരവാ. ഉം. എന്താ കാര്യം? അവൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ആ. ആ തോടിൻ്റെ പ്രശ്നം ഉം. പ്രസിഡന്റ് ദേ തമാശയായിട്ട് കാണരുത്. അല്ല, അവൻ പറയുന്നതിനും കാര്യമില്ലേ? അവൻ പറയുന്നതിലും കാര്യമുണ്ട്, മെമ്പർ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ റോഡ് ക്ലിയറായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിലേ വേറൊരു കാര്യമുണ്ട്. അതറിയാമോ? അത് ജോസഫിൻ്റെ സമ്മതമാണ് പ്രസിഡന്റ് ഉദ്ദേശിച്ചത്. അതെ, അത് അവരയൽക്കാർ തമ്മിൽ പറഞ്ഞ് തീരുമാനിക്കണം. ഇപ്പം തർക്കം മൂലം ലാപ്സായി പോയ ഫണ്ട് അത് തനത് ഫണ്ട് ഉപയോഗിച്ച്, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ. റെഡിയാക്കാം. ഓ. പക്ഷേ തർക്കം ആ. അത് പഞ്ചായത്ത് വിചാരിച്ചാൽ നടക്കില്ല. നടക്കുമോ? അതില്ല. ആ, അപ്പോൾ അത് അവർ തമ്മിൽ സംസാരിച്ച് ആ. ജോസഫും പിപ്പിച്ചനും കൂട്ടരും ആലോചിച്ച് തീരുമാനിക്കട്ടെ. അത് മെമ്പർ പറഞ്ഞ് മനസ്സിലാക്കിയോ പിപ്പിച്ചനെ? അത് ഏതാണ്ടൊക്കെ ഞാൻ ഏതാണ്ടല്ല, കാര്യകാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കുക. അതാദ്യം ചെയ്യും. ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം. ആ. ആ, പിന്നെ മെമ്പറെ, ഉം. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അത് ചെയ്യുക. തെറ്റു വന്നാൽ അത് ഉടൻ തിരുത്താനുള്ള മനസ്സും കാണിക്കുക. അല്ലാതെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ എത്ര കാലം മെമ്പറായിരുന്നാലും പ്രസിഡൻ്റായിരുന്നാലും കഴിയില്ല. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചുവച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. സുഭാഷിതങ്ങൾ 25-ാം അധ്യായം 11-ാം വാക്യം. എടാ നിർത്ത്. ആ ശരിടാ മോനെ, ഓക്കെ താങ്ക് യു. ആ തേടിയ വള്ളി കാലച്ചുറ്റി പോലെ ആയല്ല, അതും 2 വള്ളികൾ. മെമ്പർ എന്നോടേ ചടപടാന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് പോയല്ല. സത്യം പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. മനുഷ്യനെടുക്കാൻ പറ്റാത്ത ഭാഷയിലേ എന്തെങ്കിലും പറഞ്ഞ് ജനത്തിനെ പറ്റിക്കരുത്. എടത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതേ 2 പേരും കൂടെ നീ പറയണത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നത് കുറച്ച് ഉത്തരവാദിത്വവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജനത്തിൻ്റെ പരാതികൾക്കും ആവശ്യങ്ങൾക്കും ഉടൻ പരിഹാരം കാണാൻ പറ്റണം. അല്ലാത്ത ആളുകളെ ഈ പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അല്ല പിപ്പിച്ചൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കയറി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. എങ്കിതേ ഞാൻ സംസാരം നിർത്തി. എൻ്റെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണം. നിങ്ങൾ എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോണത് അത് പറയും. എടാ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. നീ പറഞ്ഞ വെള്ളക്കെട്ട് മാറണമെങ്കിലേ ആ തോട്ടിലെ വെള്ളം ഒഴുക്കി കളയണം. ആ തോട് പഞ്ചായത്തിൻ്റെ അല്ലേ? അപ്പം അത് നിങ്ങളല്ലേ ചെയ്യണത് ഞാൻ ചോദിക്കണത്. അപ്പം ജോസഫ് സമ്മതിച്ചില്ല, ഔസേപ്പ് സമ്മതിച്ചില്ല എന്നല്ല പറയേണ്ടത്. നിങ്ങൾ പഞ്ചായത്ത് കാശ് ചെലവാക്കി ചെയ്തു തരണം, ഫണ്ടിറക്കണം. അല്ലാതെ അത് നിങ്ങൾ അടിച്ചു മാറ്റരുത്. ഏയ് ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിപ്പിച്ചൻ നേരത്തെ പറഞ്ഞില്ലേ എന്ത്? ഉത്തരവാദിത്വവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അതെ. പിപ്പിച്ചനൊരു കാര്യം മനസ്സിലാക്കണം. വീട്ടിലെ അലമാരയിലിരിക്കുന്ന കാശെടുത്ത് വീട്ടു സാമാനങ്ങൾ വാങ്ങുന്നത് പോലെ പഞ്ചായത്തിൽ അലമാരയിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കുന്ന രീതിയിലല്ല ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ആ, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ഒരാവശ്യം നിറവേറ്റുന്നതിന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. വിവിധങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ ആകെ തുകയായിരിക്കും കൈവരിക്കുന്ന നേട്ടം. ഇങ്ങനെ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവും സാങ്കേതികവും പ്രായോഗികവും സംഘടനാപരവുമായ ഒട്ടേറെ മാനദണ്ഡങ്ങളുണ്ടായിരിക്കും. ഇവയെല്ലാം മുൻകൂട്ടി കാണാതെ
പ്രൊജക്റ്റ് അല്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കിയ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല. മറ്റു ചിലപ്പോൾ വിപരീത ഫലവും ഉണ്ടാവും. സാമ്പത്തിക നഷ്ടവും സാങ്കേതിക നിയമപ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം ഒഴിവാക്കാൻ സൂക്ഷ്മതലത്തിൽ കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മുൻകൂട്ടി തീരുമാനിക്കുന്നതിലൂടെയാണ് ചെയ്യുന്നത്. ഒരു തോട്ടിന്ന് വെള്ളം ഒഴുക്കി കളയുന്നതിന് ഇത്രയും പോലെ എന്ത് പദ്ധതിയാണ്? പിപ്പിച്ചനെ ഇത് വെറുതെ തോട്ടിന്ന് വെള്ളം ഒഴുക്കി കളയുന്ന കാര്യമായിരിക്കും. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതൊരു പദ്ധതിയാ, ഒരു പ്രൊജക്റ്റ്. എന്താണ് ഈ പദ്ധതി? വികസിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി നടത്തേണ്ട വിവിധങ്ങളായ പ്രവർത്തന ഘടകങ്ങൾ വിശദമാക്കുന്ന രേഖയാണ് സത്യത്തിൽ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ പദ്ധതി. ചുരുക്കം പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ജോസഫിൻ്റെ എതിർപ്പ് മാറ്റണം. പിന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ യോഗം കൂടി തീരുമാനിച്ചതിന് ശേഷം ഒരു എഞ്ചിനീയർ വന്ന് സ്ഥലം വെരിഫൈ ചെയ്ത് അതിൻ്റെ ചെലവ്, അതായത് ബഡ്ജറ്റ് തരും. അതും എമൗണ്ടിനെ ആശ്രയിച്ചിരിക്കും. ഒരു മെമ്പറുടെ ഫണ്ടിലോ പഞ്ചായത്തിൻ്റെ ഫണ്ടിലോ നിൽക്കാത്ത കേസാണെങ്കിൽ പിന്നെയും വൈകും. എന്ന് വെച്ചാൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം കിട്ടി, ടെൻഡർ ക്ഷണിച്ച് ടെൻഡർ പാസ്സാക്കി ഒരു ഓവർസിയറുടെ നേതൃത്വത്തിൽ പണി നടത്തി. എൻ്റെ അമ്മോ, പിപ്പിച്ചനെ പോലെ ഞങ്ങളും ഇതൊക്കെ നിസ്സാരമായിട്ട് നടക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ആ റോഡ് നന്നാക്കാം, ഈ തോട് നന്നാക്കാം എന്നൊക്കെ കരുതി തന്നെയാ ഞങ്ങളും ഇതിൻ്റെ ഭാഗമായത്. കാര്യം എങ്ങനെ അടുത്തറിഞ്ഞപ്പോ വെട്ടിൽ വീണ പോലെ ആയല്ലേ? ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? പിന്നെ എന്നെപ്പോലുള്ള ആളുകളുടെ ചീത്തവിളി മാത്രം മിച്ചം. എന്തുണ്ടാക്കിയെന്ന് ചോദിക്കാൻ എളുപ്പം, പക്ഷേ അതിനു വേണ്ടി നമുക്ക് മുമ്പേ ഒത്തിരി പേര് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോകും. കാര്യകാരണ സഹിതം കേൾക്കുന്ന കാര്യങ്ങൾ വിലയിരുത്താനും മനസ്സിലാക്കാനും ഒന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ വഴിയിൽ പിടിച്ചു നിർത്തി ഒച്ചയും ബഹളം ഉണ്ടാക്കാന്നല്ലാതെ. കാര്യം കാണാൻ കുറച്ച് വൈകും അല്ലേ? അതെ. പിന്നെ ഞാനീ വെള്ളക്കെട്ട് കാണുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മറന്നുപോകും. പെപ്പിച്ച, കഴിഞ്ഞ പ്രാവശ്യം ലാപ്സായ ആ ഫണ്ട് അത് ശരിയാവും. അത് മതി പ്രസിഡന്റ്. എനിക്കിപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഞാനിനി ഏതായാലും ചീത്ത പറയാനൊന്നും നിൽക്കണില്ല. നിങ്ങളത് ശരിയാക്കി തന്നാൽ മാത്രം മതി. അപ്പോൾ ശരിയെന്നാ. ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പറെ, പ്രസിഡന്റ് എന്നോട് ക്ഷമിക്കണം. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. എടാ വിപ്പിച്ച, എടാ എടാ അവിടെ നിന്നടാ. എടാ നീ കണ്ട ആ മെമ്പർ ജോബിന്? മെമ്പറെ കണ്ട്, പ്രസിഡന്റിനെ കണ്ട്. ആഹാ, അത് കൊള്ളാം. എന്നിട്ട് രണ്ടിനും വെള്ളം കുടിപ്പിച്ചാ നീ? വെള്ളോ? എടാ നീ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടല്ലേ പോയത്? അതിന് ചേടാ ഇവൻ ആരടാ? എടാ അവരെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കുകയും വരട്ടുകയും ചെയ്തോന്ന്. എടാ മാത്യൂസേ, എന്താടാ? നീ ശരിക്കും തോൽക്കേണ്ടവൻ തന്നെയാണ് കേട്ടാ.
നീ ഇനി ഇലക്ഷൻ നിന്നാൽ തന്നെ നിനക്ക് നിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂലെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. ഒരു ജനസേവകൻ. അതൊക്കെ നീയേ ആ പ്രസിഡന്റ് സൈമൺ ചേട്ടനെയും മെമ്പർ ജോബിനെയൊക്കെ കണ്ട് പഠിക്ക്. ഹോ, ഒരു പൊതുപ്രവർത്തകൻ നടക്കണം. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവു തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.